എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ സുദിനം എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സുദിനമാണ്. കാരണം അറയ്ക്കമണ്ണിൻ്റെ ഹൃദയഭാഗത്ത് ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു സ്കൂൾ കെട്ടിടം പണിയുന്നതിനും അത് നമ്മളുടെ സ്വർണ്ണ ലിപികളിൽ തന്നെ നല്ല രീതിയിൽ ഒരു സ്വർണ്ണ തൂവൽ പണി ആയിത്തീരുവാൻ അറയ്ക്കമണ്ണിന് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെപ്പറ്റിയും എന്തായിരുന്നു ഇതിൻ്റെ അവസ്ഥയെന്നും മുൻപോട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നും വളരെ വിശദമായി സ്വാഗത പ്രസംഗം പറയുകയുണ്ടായി. ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു തിരുവോണം നാളിലാണ് ഓണപരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ പ്രിയപ്പെട്ട MLA കടന്നു വരികയും ആ സമയത്ത് ഞാനും ഇവിടെ ഉണ്ടായിരുന്നു അറയ്ക്കമണ്ണ് പൗരസമിതിയോട് ചേർന്ന് നിന്ന്. അങ്ങനെ ഈ സ്കൂളിലേക്ക് കടന്നു വന്ന് ഈ സ്കൂളിൻ്റെ ആവശ്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ എന്നോടുകൂടെ ചേർന്ന് നിന്ന് ഒരു ചർച്ച നടത്തുകയും അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചത് എന്തെങ്കിലും മെയിൻ്റനൻസിനെങ്കിലും കുറച്ച് പൈസ കിട്ടുമോ സാറേ എന്നാണ്. കാരണം അപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെയല്ല മെമ്പറെ, നമുക്ക് എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്യാം എന്നോട് പറഞ്ഞു. അങ്ങനെ പിന്നെ ടീച്ചറിൻ്റെ അധ്യാപന അനിൽബോ സാറും ഒക്കെ ചേർന്ന് നല്ല രീതിയിൽ മുൻപോട്ട് കാര്യങ്ങളൊക്കെയും പ്രവർത്തിച്ചു വന്നു. എന്നാൽ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ളൊരു സ്കൂളായതുകൊണ്ട് നമുക്കറിയാം ഈ പഞ്ചായത്തിൻ്റെതായ രീതിയിൽ ഓരോരോ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ കെട്ടിടം ഒന്ന് പൊളിച്ചു നീക്കണേലും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അത് ലേലം ചെയ്യണം, അതിൻ്റെ നടപടികൾ ഓരോന്നോരോന്ന് തീർത്തു പോയെങ്കിൽ മാത്രമേ നമുക്കൊരു പുതിയ കെട്ടിടം ഇവിടെ കൊണ്ടുവരുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോന്നിനും കമ്മിറ്റി തീരുമാനമെടുത്ത് ഓരോരോ വിഭാഗങ്ങളിൽ നിന്നുള്ള അനുമതികൾ മേടിച്ച് വേണമായിരുന്നു നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകാൻ. ആ സമയത്തൊക്കെ എന്നോട് ചേർന്ന് നിന്ന ഒരു ഭരണസമിതിയുണ്ട്. എന്ത് കാര്യങ്ങൾ അറയ്ക്കമണ്ണ് സ്കൂളിനെ പറ്റി സംസാരിക്കുമ്പോൾ ഒരു വിഷയമായി കമ്മിറ്റിയിൽ വരുമ്പോഴും ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഭരണസമിതി അംഗങ്ങളാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഈ സ്കൂൾ പൊളിച്ചു നീക്കുന്ന സമയത്ത് സ്വസ്ഥമായും വളരെ സുരക്ഷിതമായും സൗകര്യപ്രദമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പഠിപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു വന്ന സമയത്ത് എനിക്ക് മനസ്സിന് വിഷമമുണ്ടാക്കിയൊരു കാര്യം, ഞാൻ വികസനത്തിനെതിരാണെന്നും അങ്ങനെയുള്ള കുറേ കിംവദന്തികളൊക്കെയും പരത്തിയെങ്കിലും ഇന്നത്തെ ഈ സുദിനം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞാണ്. കാരണം നമുക്ക് ഓരോ സ്ഥാനത്തിരിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുകയുള്ളൂ. അതിനെന്നോട് ചേർന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് നിഷയാണ്. നമ്മുടെ പഞ്ചായത്ത് ഞാൻ പ്രസിഡൻ്റായപ്പോഴാണ് ഓവർസിയറായി കടന്നു വന്നത്. ആ സമയത്ത് എൻ്റെ മനസ്സിൻ്റെ അവസ്ഥയും പിന്നെ നിഷയ്ക്ക് ഓരോ നിയമത്തിൻ്റെ വശങ്ങളും അറിയാവുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞ് പ്രസിഡൻറ്റ് വിഷമിക്കുമെന്ന് വേണ്ട, നമുക്കതിനുള്ള വഴിയുണ്ട്, നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് MLAയോട് ചേർന്ന് നിൽക്കാം, ടീച്ചർ HM ആയാലും നല്ല രീതിയിൽ നമ്മൾ സഹകരിക്കുന്നുണ്ട്, ഭരണസമിതി നമ്മളോടൊപ്പമുണ്ട്, ഇവിടുത്തെ ജനങ്ങൾ നമ്മളോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് പറയുന്നത് നമുക്ക് ഒരു കോൺട്രാക്ടറുണ്ട്, ഞാനൊന്ന് സംസാരിക്കാം, എന്നിട്ട് പ്രസിഡൻറ്റിനോട് ഒന്ന് സംസാരിക്കുക. അപ്പോൾ എൻ്റെ നാട്ടുകാരനായതുകൊണ്ട് ജെയിംസാനെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ ഒരു സന്തോഷമാണ് തോന്നിയത്. കാരണം ആത്മാർത്ഥതയും ആ ഒരു വിശ്വസ്തയും എന്നോട് പുലർത്തി. കാരണം ഇവിടെ എല്ലാ ദിവസങ്ങളിലും വരികയും പണികളുടെ ഓരോ കാര്യങ്ങളും മഴയത്തും വെയിലത്തും കൂടെ പിടിച്ചു വരെ നിന്ന് ഓരോ പ്രവർത്തനങ്ങളും കൂടെ നിന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ അറയ്ക്കമണ്ണിലെ ജെറി, എനിക്കത് മറക്കാനാവില്ല. കാരണം പുറകിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇടിച്ചു മാറ്റി അങ്ങോട്ടേക്ക് കല്ലൊക്കെ നീക്കേണ്ട അവസ്ഥകൾ വന്നപ്പോൾ ആ സമയത്ത് ആ ഒരു കാര്യങ്ങൾ പറയുമ്പോഴും ചേർന്ന് നിന്ന് നമ്മളോട് പ്രവർത്തിക്കാനും അതിന് നമുക്കൊരു തടസ്സം സൃഷ്ടിക്കുക ഒന്നും ചെയ്യാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ആ വ്യക്തി നമ്മോട് സഹകരിച്ചു. അതുപോലെ തന്നെ ഈ അറയ്ക്കമണ്ണ് പൗരസമിതി, അതുപോലെ തന്നെ ഇവിടുത്തെ സ്കൂളിലെ PTA, അങ്ങനെ എല്ലാവരുടെയും നല്ലൊരു ഭാഗഭാഗിത്വം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്കൂൾ ഇവിടെ ഉയർന്നു വരുവാൻ സാധിച്ചത്. അനേകായിരം കുഞ്ഞുങ്ങൾക്ക് അക്ഷരത്തിൻ്റെ ലോകത്തിലേക്ക് വഴിതെളിക്കുവാൻ ഈ അറയ്ക്കമണ്ണ് സ്കൂൾ ഇനിയും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും 99 വർഷം പൂർത്തീകരിക്കുന്ന ഈ സ്കൂളിന് എല്ലാവിധമായ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനവും. നേരത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരിക്കുന്ന എനിക്ക് വ്യക്തിപരമായി റാന്നിയുടെ MLA ആയിരിക്കുന്ന അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനോട് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി. നമ്മുടെ സ്കൂളിൽ നിന്ന് സ്കോളർഷിപ്പ് കഴിഞ്ഞ വർഷം